ഹായ് ഓൾ. കേരള എഞ്ചിനീയറിംഗ് 2025 റാങ്ക് ലിസ്റ്റ് കേരള ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഏപ്രിൽ 23 മുതൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഓൺലൈനായി നടക്കുകയും അതിനുശേഷം ജൂൺ മാസത്തിൽ വിവിധ +2 മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ നോർമലൈസ്ഡ് സ്കോർ പ്രകാരം ജൂലൈയിൽ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. കേരള പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരുന്നെന്ന് വ്യത്യസ്തമായി കേരള സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കും പ്രയോജനം ലഭിക്കത്തക്ക വിധമുള്ള പുതിയ ഫോർമുലയാണ് കേരള എഞ്ചിനീയറിംഗ് 2025 റാങ്ക് ലിസ്റ്റിൽ പരീക്ഷിച്ചത്. എന്നാൽ പ്രോസ്പെക്ടസിൽ ഈ നിയമം ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന കാരണത്താലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും അതുപോലെ അർദ്ധ സർക്കാർ മേഖലയിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെ 150ഓളം എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വിവിധ ബിടെക് പ്രോഗ്രാമുകളുടെ പ്രവേശനമാണ് ഇതോടെ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നത്. കേരള എഞ്ചിനീയറിംഗിന് മാത്രം +2 മാർക്കിനും തുല്യ പ്രാധാന്യം കൊടുത്ത് റാങ്ക് ലിസ്റ്റ് തയ്യാറെടുക്കുന്ന നടപടികൾ ആരംഭിച്ചത് മുതൽ തന്നെ ഈ ഒരു സങ്കീർണത നിലവിലുണ്ടായിരുന്നു. 2023 കാലഘട്ടം വരെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് നാമമാത്രമായ പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ ചെറിയ പരാതികൾ മാത്രമേ ഉടലെടുത്തിരുന്നുള്ളൂ എന്ന് മാത്രം. എന്നാൽ 2024 പുതിയ ഫോർമുല പരീക്ഷിച്ചപ്പോൾ CBSE വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുകയും സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് 27ഓളം മാർക്കുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ 2024 റാങ്ക് ലിസ്റ്റ് തുടർന്ന് കൊണ്ടുപോകുവാനും ആ റാങ്ക് ലിസ്റ്റ് നിയമാനുസൃതമാണെന്നുമായിരുന്നു അന്നത്തെ കണ്ടെത്തൽ. എന്നാൽ 2025 കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെയും കൂടി പരിഗണിച്ചുകൊണ്ട് പുതിയ ഫോർമുലയാണ് പരീക്ഷിച്ചത്. എന്നാൽ അത് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. നിലവിൽ കേരളത്തിലെ ബിടെക് പ്രവേശനം വൈകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് മാത്രം മെഡിക്കൽ പ്രവേശനത്തിനില്ല, ബിഫാം പ്രവേശനത്തിനില്ല. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് മാത്രം പാവപ്പെട്ട വിദ്യാർത്ഥികളെയും കൂടി പരിഗണിക്കണം. അവർക്ക് പരിശീലന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ അവർക്ക് ഉയർന്ന കോളേജുകളിൽ പ്രവേശനം ലഭിക്കാതിരുന്നു കൂടാ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് +2 മാർക്ക് കൂടി ആഡ് ചെയ്യാനുള്ള തീരുമാനം വന്നത്. ഓരോ വർഷവും എഴുതുന്ന വിദ്യാർത്ഥികൾ 1.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുമ്പോൾ പല വർഷം പഠിച്ച കുട്ടികൾ, പല സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ, പലതരത്തിൽ ടഫായും സിമ്പിളായും ഒക്കെയുള്ള പരീക്ഷകൾ, ഇതിനെ നോർമലൈസ് ചെയ്യുമ്പോൾ ഒരു കൃത്യമായൊരു ഇക്വേഷൻ നമുക്ക് കണക്കാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 2014-2015 കാലഘട്ടങ്ങളിൽ NITയും IITയും ഒക്കെ അഡ്മിഷന് ഉതകുന്ന JEE മെയിൻ എക്സാമിൽ നമുക്കറിയാം +2 മാർക്ക് പരിഗണിച്ചിരുന്നു. അവർക്ക് പോലും +2 മാർക്കിനെ കൃത്യമായി നോർമലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2 വർഷത്തെ ആ പരീക്ഷണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA അന്ന് JEE മെയിൻ എക്സാമിനായിരുന്നു അവർ അത് ഉപേക്ഷിക്കുകയും എൻട്രൻസിനെ പ്രവേശന പരീക്ഷയുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രം നമുക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാം, +2 ബോർഡ് എക്സാമിന് കൃത്യമായ ഒരു മാർക്ക് മാത്രം, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് ഒരു 75% മാർക്കുള്ളവരെയാണ് റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കേണ്ടതെന്നുള്ളത് അന്ന് JEE ജോയിൻറ്റ് എൻട്രൻസ് എക്സാം തീരുമാനിക്കുകയും ചെയ്തു. അന്ന് പോലും ഉപേക്ഷിച്ചത് നാം പിന്നീട് കൊണ്ടുവരികയും ഒരു ഘട്ടത്തിലും നമുക്ക് കൃത്യമായി എല്ലാ വിദ്യാർത്ഥികൾക്കും, എല്ലാ എഴുതുന്ന വിദ്യാർത്ഥികളെയും അർഹതപ്പെട്ട റാങ്ക് അനുസരിച്ച് കൊടുക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തു. ഇവിടെ ആരും കുറ്റക്കാരല്ല, വിദ്യാർത്ഥികൾ ഒട്ടുമല്ല. എന്നിട്ട് പോലും ഇപ്പോൾ ബിടെക് പ്രവേശനം വൈകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ. ഇനി ഗവൺമെൻറ്റിന് മുമ്പിൽ അല്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷണർക്ക് മുമ്പിൽ 2 കാര്യങ്ങൾ. ഒന്നുകിൽ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള നിയമം അനുസരിച്ച് 2024 പോലെ തന്നെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് നഷ്ടമുണ്ടാകും. അല്ലെങ്കിൽ ഉയർന്ന കോടതിയെ സമീപിക്കാം. ഏതാണെങ്കിലും തീർച്ചയായിട്ടും കാലതാമസമുണ്ടാകും. അല്ലെങ്കിൽ ഇനി മറ്റൊരു ഇക്വേഷൻ, മറ്റൊരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരണം. എന്തായിരുന്നാലും
കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് പിടിച്ച വിദ്യാർത്ഥികളുടെ പൂർണ്ണമായിട്ടും അവരെ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അത് CBSE വിദ്യാർത്ഥികളെയോ ISC വിദ്യാർത്ഥികളെയോ അവരെ പരീക്ഷിച്ചുകൊണ്ടോ അവരുടെ മാർക്കിന് കോട്ടം തട്ടുന്ന രീതിയിലോ ആവരുതെന്ന് മാത്രം. നാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു 2 വർഷത്തെ ഇക്വേഷനും 2024 സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക്, 2025 CBSE വിദ്യാർത്ഥികൾക്ക് മാർക്കിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഈ പ്രവേശന പരീക്ഷയിൽ നിന്ന് +2 മാർക്കിനെ ഒഴിവാക്കാനുള്ള കൃത്യമായ ഒരു വിധി നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാണെന്ന് നമുക്ക് ഒരുപക്ഷെ അറിയില്ല. കാരണം നമ്മൾ +2 മാർക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ നിയമങ്ങൾ വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇനി അത് ഒഴിവാക്കിയാൽ അതെങ്ങനെ നാം വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ സമൂഹത്തെ അത് മനസ്സിലാക്കി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട്. പക്ഷേ നമ്മളത് കണ്ടു കഴിഞ്ഞു, നമുക്കത് ഒരു തരത്തിലും നോർമലൈസ് ചെയ്യാനായിട്ടാവുന്നില്ല. JEE പോലെ തന്നെ, JEE അഡ്വാൻസ്ഡ് പോലെ തന്നെ, മെഡിക്കൽ എക്സാം പോലെ തന്നെ. അവിടെ മെഡിക്കൽ എക്സാം എടുത്തു പറയുന്നുണ്ട്, ഈ കേരള മെഡിക്കൽ എക്സാമിനും +2 മാർക്ക് ആഡ് ചെയ്യുന്നില്ല. അവിടെയും പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടല്ലോ. അവിടെ +2-ന് 50% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. അപ്പോൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാത്ത സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കുള്ള എന്ത് പരിരക്ഷയാണ് നമുക്ക് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് മാത്രം വേണ്ടത്? അതുകൊണ്ട് പ്രവേശന പരീക്ഷയുടെ റാങ്ക് അടിസ്ഥാനത്തിൽ തന്നെ ഇനിയൊരു വർഷമെങ്കിലും 2026 കാലഘട്ടങ്ങളൊക്കെ വരുന്നു. കാരണം അവരും പരിശീലനത്തിലാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുമ്പിലെങ്കിലും പ്രവേശന പരീക്ഷയുടെ മാർക്ക് മാത്രം അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ഒരു നിയമമോ, അല്ലെങ്കിൽ കൃത്യമായും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ പ്രയോജനം ലഭിക്കുന്ന, കൃത്യമായിട്ടും മാർക്കിനെ ഏകീകരിക്കുന്ന ഒരു ഫോർമുല. ഈ വർഷം തന്നെ IIT വിദഗ്ധരൊക്കെയാണ് ഇത് പരിശോധിച്ചത്. എങ്കിൽ പോലും അത് പരീക്ഷ കഴിഞ്ഞിട്ടൊരു സമയത്തായിരുന്നു. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമും +2 ബോർഡ് എക്സാമും കഴിഞ്ഞിട്ടാണ് 5-3-2 അതായത് മാത്തമാറ്റിക്സിന് പ്രയോജനം കൂടുതൽ ലഭിക്കത്തക്ക രീതിയിൽ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വന്നത്. അതുകൊണ്ടാണ് അത് റദ്ദാക്കേണ്ടി വന്നത്. കൃത്യമായിട്ടൊരു ഫോർമുല കണ്ടുപിടിക്കാൻ സാധിക്കും, അതുറപ്പാണ്. പക്ഷേ അതിന് വളരെ ചെറിയൊരു സമയം പോരാ. +2 എക്സാമിന് ശേഷമല്ല അത് കണ്ടുപിടിക്കേണ്ടത്, എൻട്രൻസ് എക്സാമിന് ശേഷമല്ല അത് കണ്ടുപിടിക്കേണ്ടത്. ഒരു വർഷം മുമ്പ് തന്നെ നാം അത് കണ്ടുപിടിക്കണം. കൃത്യമായിട്ടും ഏത് രീതിയിലായിരിക്കും +2-ന് ഒരു വിദ്യാർത്ഥി തയ്യാറെടുക്കേണ്ടത്, മാത്തമാറ്റിക്സിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, കെമിസ്ട്രിക്കും ഫിസിക്സിൻ്റെയും മാർക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എൻട്രൻസ് എക്സാമിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അറിയാനുള്ള അവകാശം തീർച്ചയായിട്ടും വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്. അത് നാം കാണേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും നാം അത് കാണേണ്ടിയിരിക്കുന്നു, അത് വൈകിക്കൂടാ. അതുകൊണ്ട് ഇനി നമുക്ക് 2025 നമുക്കറിയാം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ ഇത്രയധികം കോളേജുകൾ, 150ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ, 50-ൽ പരം BTech പ്രോഗ്രാമുകൾ, എല്ലാ അലോട്ട്മെൻറ്റുകളും കഴിയുമ്പോഴും 25,000-ഓളം സീറ്റുകൾ ഒഴിവ് കിടക്കുന്ന ആ ഒരു പരിസ്ഥിതി ഇനി ഈ 2025 കൂടുതൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ആയിരിക്കും എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക്, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുക. സ്വകാര്യ മേഖലയിൽ വേണ്ട 110ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ പലതും ആവശ്യത്തിന് കുട്ടികളെ ലഭിക്കാത്ത സാഹചര്യമാണ്. അത് അലോട്ട്മെൻറ്റ് പ്രക്രിയകൾ താമസിക്കുന്നതിലൂടെ കൂടുതൽ അവരുടെ അവസ്ഥ നിരാശാജനകമായി മാറുകയും ചെയ്യും. 2025 എത്രയും വേഗം എല്ലാവർക്കും ഉപകരിക്കപ്പെടുന്ന രീതിയിൽ ഒരു ഫോർമുല കണ്ടെത്തുകയോ, അല്ലെങ്കിൽ കോടതിയുടെയും പൊതുജനത്തിൻ്റെയും കൃത്യമായ ഒരു ധാരണ പ്രകാരം പ്രവേശന പരീക്ഷയിൽ നിന്ന് മാത്രം റാങ്ക് എടുക്കുകയും പ്രവേശനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലോട്ട് മാറണം. കാരണം ഇവിടെ മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും BPharm ആണെങ്കിലും സാധാരണ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും കേരളത്തിലുണ്ട്. അതിന് +2 മാർക്കും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവൂ എന്നുള്ള വ്യവസ്ഥിതി മാറേണ്ടത് തന്നെയാണ്. ബിർലൻഡ് പോലുള്ള സ്ഥാപനങ്ങളിൽ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥികൾ എല്ലാ കാലത്തും അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കോളേജുകൾ, എയിംസുകളാണെങ്കിലും മെഡിക്കൽ കോളേജുകളാണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിലും സാധാരണക്കാരുടെ മക്കൾ ധാരാളം പഠിക്കുന്നുണ്ട്. ഒരിക്കലും അവർക്ക് സാമ്പത്തികമെന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ടേ ഇല്ല, ഇനിയും ആവുകയുമില്ല. അത് ഞങ്ങളുടെ ഉറപ്പാണ്. പകരം ഏത് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിലും സിലബസിനനുസരിച്ച് അവരെ വേർതിരിക്കാതെ, ഒരു സിലബസിനെയും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. സ്റ്റേറ്റ് ആവട്ടെ, CBSE ആവട്ടെ, ISC ആവട്ടെ, നമ്മളുടെ പൊതുവിദ്യാഭ്യാസ മേഖല അത്രയ്ക്ക് സുദൃഢമാണ്. +2 ബോർഡ് എക്സാമിൽ അത്രയേറെ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ അവർക്ക് താല്പര്യവുമാണ്.
എൻട്രൻസിന് മാത്രം, പ്രവേശന പരീക്ഷകൾക്ക് മാത്രം ഒരു പ്രാധാന്യം വന്നാൽ പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞു പോകുമെന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഏത് റാങ്ക് ലിസ്റ്റും എടുത്തുകൊള്ളൂ, അതിൽ പ്ലസ് ടുവിനും ഉയർന്ന മാർക്കുണ്ടാവും, പ്രവേശന പരീക്ഷകൾക്കും റാങ്ക് ഉണ്ടാവും. അതുകൊണ്ട് പ്ലസ് 1 പ്ലസ് ടുവിന് പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും കുട്ടികളുടെ ഭാവിയെ ഇത് ഒരു മുൾമുനയിൽ നിർത്തരുതെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. 2025 ജൂലൈ ആദ്യത്തെ ആഴ്ച ഇവിടെ സമാപിക്കുകയാണ്. ഏതാണ്ട് ഇനിയും 4 അലോട്ട്മെൻറ്റുകളൊക്കെ നടത്തി വേണം കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് പ്രവേശനം നടത്തുവാനും ക്ലാസ്സുകളൊക്കെ തുടങ്ങുവാനും. അപ്പോൾ എത്രയും പെട്ടെന്ന് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ, അത് പ്രത്യേകം പറയട്ടെ, പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയും 2025 പ്രവേശനം നടത്തുകയും 2026 ഏത് തരത്തിലായിരിക്കും പ്രവേശനം, പ്ലസ് 2 മാർക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ, അല്ല പ്രവേശന പരീക്ഷയിൽ മാത്രമാണെങ്കിൽ ആ രീതിയിൽ, ഏത് രീതിയാണെങ്കിലും എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ, കേരളത്തിലെ എല്ലാ മക്കളെയും ഒരുപോലെ കണ്ടുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിനെ പറ്റി നമ്മൾക്ക് പറയാനുള്ളത്. എത്രയും വേഗം വേണം, ഇല്ലെങ്കിൽ വളരെ ദുർഘടസ്ഥിതിയിലുള്ള എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം, കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകും. കാരണം ഇതിൽ ടോപ്പായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും തന്നെ NIT-കളിലോ IIT-കളിലോ അല്ലെങ്കിൽ ബിറ്റ്സാറ്റുകളിലോ കുസാറ്റിലോ ഒക്കെ പ്രവേശനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. അമൃതയിലും വെല്ലൂരിലും ഒക്കെ പ്രവേശനം നേടിയിരിക്കുന്നു. സാധാരണക്കാരായ മക്കൾ തന്നെയാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് കാത്തിരിക്കുന്നത്. അവരെ ഇനിയും ഈ കാര്യത്തിൽ വൈകിപ്പിച്ചുകൂടാ. തീരുമാനം എത്രയും വേഗം തന്നെ എടുക്കാനായിട്ട് നമ്മൾ എല്ലാവരും സർക്കാരിന് പൂർണ്ണ പിന്തുണയായിട്ട് ഈ രംഗത്തുണ്ട് എന്നുള്ളതും ഇവിടെ അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.